വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ STRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച PSC ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന STRT പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ആദ്യത്തെ 3 ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ പോയി കാണാം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ കൂടുതലായിട്ട് വിത്തുകളെ കുറിച്ചുള്ള ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഭാഗം തന്നെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ PSC. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ചെറിയൊരു ഭാഗം പോർഷൻ നൽകിയിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് വിത്തുകൾ മുളപ്പിക്കുന്നതിന് എന്തൊക്കെ ആവശ്യമാണെന്നാണ്. കഴിഞ്ഞ SCRT കഴിഞ്ഞ പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, വിത്ത് മുളയ്ക്കുന്നതിന് ഏതാണ് ആവശ്യം എന്നുള്ളത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. വിത്ത് മുളയ്ക്കാനായിട്ട് വെള്ളമാണോ ആവശ്യം, അല്ലെങ്കിൽ മണ്ണാണോ ആവശ്യം, ജലം ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നൽകിയിട്ടുണ്ട് എക്സ്പെരിമെൻറ്റ്. അതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന എന്താണ്, വിത്ത് മുളയ്ക്കുവാനായിട്ട് ജലം ആവശ്യമാണ്. വിത്ത് മുളയ്ക്കാൻ എന്താണ് ആവശ്യം, ജലം ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. അപ്പോൾ വിത്ത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ ജലം ആവശ്യമാണെന്നാൽ മണ്ണും സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കുന്നതിനായിട്ട് വേണ്ട. ജലത്തിന് പുറമേ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കുവാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ വിത്ത് മുളയ്ക്കുവാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യം, ജലം ആവശ്യമാണ്, അതുപോലെ തന്നെ വായു ആവശ്യമാണ്, അതുപോലെ അനുയോജ്യമായ താപനില. ജലം, വായു, താപനില, ജലം, വായു, താപനില. ഓക്കെ. സൂര്യപ്രകാശവും മണ്ണിനെയും ആവശ്യം നമുക്കില്ല വിത്ത് മുളയ്ക്കുന്നതിനായിട്ട്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ വിത്ത് മുളയ്ക്കുന്നതിനും സമയം എടുക്കുന്നതൊക്കെ ആണെന്നെങ്കിലും ഭയങ്കര വ്യത്യാസമാണല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ വിത്ത് മുളയ്ക്കുവാനായിട്ട് ജലം ആവശ്യമാണ്, വായു ആവശ്യമാണ്, താപനില ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കുന്നതിനായിട്ട് ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് വിത്തിനുള്ളിലെ ജീവൻ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ടല്ലോ. ചെറിയൊരു പയർ വിത്തിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം ഒരു പയർ മുള പൊട്ടി വരാനല്ലേ. അപ്പോൾ നമുക്കൊരു സംഭവം പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ, ഒരു വായ പോലെ. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്, ബീജമൂലമാണ്. ബീജമൂലമാണ്. ഈ ബീജമൂലം എന്ന് പറയുന്നത് എന്തായിട്ടാണ് അവസാനമായിട്ട് മാറുന്നത്, എന്താണ്, വേരായിട്ടാണ് കേട്ടോ മാറുന്നത്. അപ്പോൾ ബീജമൂലം വേരായിട്ടാണ് മാറുന്നതെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ട് വിത്ത് മുളയ്ക്കാണ്. വിത്ത് മുളച്ചപ്പോൾ ആദ്യമായിട്ട് പുറത്തേക്ക് വന്ന എന്താണ്, ബീജമൂലമാണ്. ഈ ബീജമൂലം വേരായിട്ടാണ് മാറുക. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് വന്നിട്ടാന്ന് നോക്കിയാൽ ബീജപത്രം വന്നിട്ടുണ്ട് അല്ലേ, കോട്ടിലിടം വന്നിട്ടുണ്ട്. എന്താണ് ബീജപത്രം എന്ന് വെച്ചാൽ എന്താണ്, എന്താണായിട്ട് മാറുക, ബീജപത്രം എന്തായിട്ടാണ് മാറുക, ഇലാട്ടോ, ഇലയായിട്ടാണ് ബീജപത്രം മാറുന്നത്. എന്തായിട്ട് മാറും, ബീജപത്രം എന്ന് പറയുന്നത് ഇലയായിട്ട് മാറുന്നു. ബീജപത്രം ഇലയായിട്ട് മാറുന്നു. ഇനി നെക്സ്റ്റ് നോക്കിയേ, ബീജശീർഷം വന്നിട്ടില്ല അല്ലേ, പ്ലുമൂൾ വന്നിട്ടുണ്ട്. എന്താണ് ബീജശീർഷം എന്ന് വെച്ചാൽ എന്തായിട്ട് മാറും, കാണ്ഡം അല്ലെങ്കിൽ തടിയൊക്കെ ആയിട്ട് മാറുന്നത് എന്താണ്, ബീജശീർഷമാണ്. കാണ്ഡമായിട്ട് മാറുന്നതാണ് എന്ന് പറയുന്നത് ബീജശീർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു മുളപെട്ടാണ്, ഒരു പയർ മുളപെട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് വിത്ത് മുളയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ്. അതിനുശേഷം ബീജപത്രം വരും, പിന്നെ ബീജശീർഷം വരും. ഈ ബീജമൂലം എന്നുള്ളത് വേരായിട്ട് മാറും, ബീജപത്രം ഇലയായിട്ട് മാറും, ബീജശീർഷം എന്തായിട്ട് മാറും, കാണ്ഡമായിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് എന്തെല്ലാം ഘടകങ്ങളാണ് ആവശ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, സൂര്യപ്രകാശം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് എന്താണ് ആവശ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എന്താണ്, വായു ആവശ്യമുണ്ട്, പിന്നെ എന്താണ്, ജലം ആവശ്യമുണ്ട് അല്ലേ, ജലം ആവശ്യമുണ്ട്, ജലം. അതുപോലെ തന്നെ താപനില, അനുകൂലമായ താപനില നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുകൂലമായ താപനില. പിന്നെന്താണ്, മണ്ണിലെ മണ്ണും ആവശ്യമുണ്ട്, മണ്ണും ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് എന്തൊക്കെ ആവശ്യമാണ്, സൂര്യപ്രകാശം, വായു, ജലം, താപനില, മണ്ണ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ് ഹൈഡ്രോപോണിക്സ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അല്ലേ PSCയിൽ. ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോ എന്ന് വെച്ചാൽ എന്താണ്, വെള്ളം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വളർത്തുന്നത്, ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ്
ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഈ കൃഷി രീതിയിൽ എന്താണ് ചെയ്യുന്നത്? മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുക അല്ലേ. ഇത് നമ്മൾ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളത്തിലാണ് വളരുന്നത്, ചെടികൾ വളരുന്നത്. അതൊരു പോഷകലായനായിരിക്കും, അതിൽ കുറേ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നും ഓർത്ത് വയ്ക്കാം. അപ്പോൾ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ളിൽ ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആദ്യം പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് പുറത്ത് വരുന്നത് ഏതാണ്? ബീജമൂലമാണ് ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യമായിട്ട് വിത്ത് മുളച്ച് ആദ്യം തന്നെ പുറത്തേക്ക് വരുന്നത് എന്താണ്? ബീജമൂലമാണ്. ചോദിക്കാറുണ്ട് കേട്ടോ, അത് കാരണം തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത്. ബീജമൂലമാണ് ആദ്യം വിത്ത് മുളച്ചാൽ വരുന്നത്, ബീജമൂലമാണ്. ഇനി വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ബീജപത്രമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഇലയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബീജപത്രത്തിലാണ് ഒരു ചെടിക്ക് ആഹാരം ലഭിക്കുന്ന അവിടെ ഇലകളിലാണല്ലേ പ്രകാശ സംശ്ലേഷണം വഴി നടത്തിയിട്ടൊക്കെയാണ് ആഹാരം ലഭിക്കുന്നത്. അപ്പോൾ ഇലകൾ വരുന്നതിന് മുമ്പ് ഇവരെങ്ങനെയാണ് ആഹാരം സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആഹാരം ലഭിക്കുന്നത്? ബീജപത്രത്തിൽ നിന്നാണ്, അതായത് കോട്ടിലിടലിൽ നിന്നാണ്. ഇനി പയർ വിത്തിന് എത്ര ബീജപത്രമാണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. എത്ര ബീജപത്രം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബീജപത്രമാണ്, പയറിൻ്റെ ബീജപത്രം നൽകിയിട്ടുണ്ട്, 2 അല്ലേ ബീജപത്രം നൽകിയിട്ടുണ്ട്. ഈ ബീജപത്രത്തിലാണ് എന്തുണ്ടായിരിക്കുക? ബീജാനം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. ചോളത്തിലെ ബീജപത്രം നോക്കൂ. പയർ വിത്തിലേതുപോലെ 2 ബീജപത്രങ്ങൾ ചോളത്തിൽ കാണപ്പെടുന്നുണ്ടോ? അപ്പോൾ നോക്കിയേ, നമ്മൾ പയറിൽ പറഞ്ഞ എന്താണ്? പയറിൽ 2 ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനി ചോളത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കിയേ, കാണുന്നുണ്ടോ? ഇല്ല അല്ലേ, ഒരെണ്ണം ഉള്ളൂ. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗത്തെയാണ് ബീജാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബീജാനം? ബീജപത്രം നമ്മൾ പറഞ്ഞു, ഈ ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഈ ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്ന് പറയുന്നത് ബീജാനം എന്ന് പറയുന്നത്. നമുക്കറിയാലേ, ചോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണി ഉണ്ടല്ലോ, ആ ഒരു മണി എന്ന് പറയുന്നത് അന്നം എന്ന് പറയുന്നത്, അതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ചില ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്ന ബീജാനത്തിൽ നിന്നാണ്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്ന ബീജാനത്തിൽ നിന്നാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വിത്ത് മുളയ്ക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുളിങ്കുരു, ചക്കക്കുരു, കശുവണ്ടിയൊക്കെ അല്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റമാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ സീഡ് ജെർമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ സീഡ് ജെർമിനേഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. അപ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താണ്? ബീജമൂലമാണ് ആദ്യം പുറത്തു വരുന്നത്, പിന്നീട് ബീജശീർഷമാണ് പുറത്തു വരുന്നത്. ബീജമൂലം എന്തായി മാറും? ചെടിയുടെ വേരായിട്ട് മാറുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറും, ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം ഇല നന്നായിട്ട് ഇല വന്നതിന് ശേഷമാണ് പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ. അപ്പോൾ അതുവരെ അല്ലേ, അത് നടക്കുന്നവരെ ബീജപത്രത്തിൽ അല്ലെങ്കിൽ ബീജാനത്തിൽ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ആദ്യം വരും ബീജമൂലം വരും, പിന്നെ ബീജശീർഷം വരും, ബീജപത്രം വരും, അതിനുശേഷം ബീജശീർഷം വരും. ബീജമൂലം എന്തായി മാറും? ചെടിയുടെ വേരായിട്ട് മാറും. ബീജശീർഷമാണ് പിന്നീട് തണ്ടുമിലയായിട്ട് മാറുന്നത്. ഇനി പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. സസ്യങ്ങൾ വിത്തിൽ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിത്തിൽ എന്തിനാണ് ആഹാരം സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക? ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിത്തിൽ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നത്. വിത്തിൽ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നവരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ചിട്ടുള്ള ആഹാരമാണ് ഈ സസ്യം ഉപയോഗിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി വിത്തിൽ നിന്നല്ലാതെയും എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്? അല്ലാതെ എല്ലാ സസ്യങ്ങളുടെയും വിത്തുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമുക്ക് അതിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി
സസ്യങ്ങളുടെയും ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത്? നെല്ലെന്ന് പറയുന്നത് വിത്താണ്. അപ്പോൾ ആ നെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരമാക്കുന്നുണ്ട്. അതുപോലെ ഗോതമ്പ്, ചോളം, ഓട്സ്, കടുക്, ജീരകം, എള്ള് എന്നിവയൊക്കെ വിത്തുകളാണ് കേട്ടോ. നെല്ല്, ഗോതമ്പ്, ചോളം, ഓട്സ്, കടുക്, ജീരകം, എള്ള് എന്നിവയൊക്കെ വിത്തുകളാണ്. അതാണ് നമ്മൾ ആഹാരമാക്കി മാറ്റുന്നത്. ഇനി എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളെല്ലാം നടീൽ വസ്തുക്കളാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിത്തുകളെല്ലാം നമ്മൾ ഉപയോഗിക്കും. നമുക്ക് കാണ്ടും തടിയൊക്കെ ഒടിച്ച് തീരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരു പുതിയ സസ്യം ഉണ്ടാക്കുന്നതിനായിട്ട് പറ്റും. അപ്പോൾ നോക്കി ചെമ്പരത്തിയിൽ എങ്ങനെയാണ്? ചെമ്പരത്തിയിൽ എന്താണ്? തണ്ടാണല്ലേ. നമുക്കറിയാം ചെമ്പരത്തിയിലെ വേരും നമുക്ക് കുഴിച്ചിട്ടാൽ ഉണ്ടാവും, പിന്നെ നമുക്ക് തണ്ട് കുഴിച്ചിട്ടാലും എന്തുണ്ടാകാം? ചെമ്പരത്തി പുതിയ ചെടി ഉണ്ടാവും അല്ലേ. അപ്പോൾ തണ്ടെന്ന് പറയുന്നത് ചെമ്പരത്തിയിൽ നിന്ന് തണ്ടൊടിച്ചിട്ട് നമുക്ക് കുത്താവുന്നതാണ്. നെക്സ്റ്റ് നിശാഗന്ധി ചോദിച്ചിട്ടുണ്ടല്ലോ. നിശാഗന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല അല്ലേ. ഇല മുറിച്ച് നടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നിശാഗന്ധി ഉണ്ടാക്കാം. നെക്സ്റ്റ് കൃഷ്ണകിരീടം കണ്ടിട്ടുണ്ടാവും അല്ലേ. കൃഷ്ണകിരീടം എങ്ങനെയാണ്? തണ്ടൊടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കൃഷ്ണകിരീടം എന്ന് പറയുന്നത് തണ്ടൊടിച്ചിട്ട് നമുക്കൊരു പുതിയ സസ്യം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇലമുളച്ചി പേരിൽ തന്നെ ഉണ്ട്. ഇലമുളച്ചി എന്ന് വെച്ചാൽ ഇലയിൽ നിന്നാണ്. ഇല മുറിച്ച് നടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ ചെടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ വസ്തുക്കളും വിത്തുകളിൽ നിന്ന് മാത്രമല്ല അല്ലേ, തണ്ടിൽ നിന്നും ഇലകളിൽ നിന്നും ഒക്കെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചെമ്പരത്തിലാണെങ്കിൽ തണ്ടാണ്, നിശാഗന്ധിയിലാണെങ്കിൽ ഇലയാണ്, കൃഷ്ണകിരീടത്തിൽ തണ്ടാണ്, ഇലമുളച്ചിയിലോ ഇലയാണ്. ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളിൽ ഏത് ഭാഗത്താണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ നോക്കി പറഞ്ഞു. ഓക്കെ, വിത്തുകൾ പലയിടങ്ങളിൽ എങ്ങനെയാണ്? പലയിടങ്ങളിൽ അറിയാം, ഓരോന്നും വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് വിത്ത് വിതരണം എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് വിതരണം എന്ന് വെച്ചാൽ എന്താണ് വിത്ത് വിതരണം? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് എത്താൽ അതിനെയാണെന്ന് പറയുന്നത് വിത്ത് വിതരണം എന്ന് പറയുന്നത്. എന്തിനാണ് വിത്ത് വിതരണം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. എന്തിനാണ് വിത്ത് വിതരണം? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുവാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. എന്നാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഇതൊക്കെ ലഭിക്കുള്ളൂ. ഒരു ഭാഗത്തിനെ ഒന്നുകൂടി വളർന്നിട്ട് കാര്യമില്ല അല്ലേ, നമുക്കൊന്നും ലഭിക്കുവാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുവാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ്. അത് കാരണമാണ് പല സസ്യങ്ങളും ഓരോ ഭാഗത്ത് കാണപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് ഒക്കെ ഇതിന് കാരണമായിട്ടുള്ള അത് വിത്ത് വിതരണം നടക്കുന്നത് മൂലമാണ്. ഇനി വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണ് വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്? എന്തിനൊക്കെയാണ് നമുക്കറിയാം അല്ലേ. നമുക്ക് നോക്കി തേങ്ങ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം തേങ്ങ ഒഴുകി പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി തേങ്ങ മുളയ്ക്കും അല്ലേ. അതാണ് പറഞ്ഞു വരുന്നത്. കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല. കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതായത് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്, തേങ്ങയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ തേങ്ങയുടെ അനുകൂല സാഹചര്യങ്ങൾ എന്താണ്? കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കും. അത് കാരണം അത് എപ്പോഴും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൂപ്പൻ താടി നമുക്കറിയാം കാറ്റിലാണ് പറക്കുന്നതെന്ന് അല്ലേ. ഈ അപ്പൂപ്പൻ താടി കാറ്റിൽ പറന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിത്ത് വിതരണം നടക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം? അപ്പൂപ്പൻ താടിയുടെ വിത്തിന് അറിയാതെ ഭാരം കുറവാണ്. വിത്തിന് ഭാരം കുറവാണ്. അതുപോലെ തന്നെ പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങളും ഈ അപ്പൂപ്പൻ താടിക്കുണ്ട്. അതാണ് അപ്പൂപ്പൻ താടിനെ സഹായിക്കുന്നത്. വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന അപ്പൂപ്പൻ താടിയുടെ വിത്തിന് ഭാരം കുറവാണ്. അതുപോലെ തന്നെ പറക്കാൻ രോമം പോലെയുള്ള ഭാഗങ്ങളും ഉണ്ട്. ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? ഈ ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത്? നമുക്കറിയാലേ, ജന്തുക്കളും പക്ഷികളും വഴി എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവരെ ആകർഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ? മാംസളമായ ഭാഗങ്ങളുണ്ടായിരിക്കും, മധുരം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിറം ഉണ്ടായിരിക്കും അല്ലേ. നല്ല നിറമുള്ളതൊക്കെ പെട്ടെന്ന് വന്ന് കഴിക്കുക. അപ്പം മധുരം, നിറങ്ങൾ എന്നിവയൊക്കെ ഈ പക്ഷികളെ ആകർഷിക്കുന്നതിനായിട്ടുള്ള പ്രത്യേകതകളാണ്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുവാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണുള്ളത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുവാൻ സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നോക്കിയേ, കടലാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ത്രപ്പുല്ല് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? വിത്ത് വിതരണത്തിന് സഹായിക്കുന്നതിന് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഈ കടലാടി എന്ന് പറയുന്നത് പറ്റിപ്പിടിച്ച് നിൽക്കുന്നതാണ് അല്ലേ. നമ്മൾക്കറിയാം
കടലാടി എന്ന് പറയുന്നത് പറ്റി പിടിച്ച് ഓരോ ജന്തുക്കളുടെയൊക്കെ ശരീരത്തിൽ പറ്റി പിടിച്ച് അത് വിത്ത് വിതരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ശരീരത്തിൽ കൊളത്തി പിടിക്കുവാനുള്ള എന്തുണ്ടായിരിക്കും, കുളത്തുകൾ ഉണ്ടായിരിക്കും, പശ ഉണ്ടാവും, അല്ലെങ്കിൽ കൂർത്ത അഗ്രഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. പശ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂർത്ത അഗ്രഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ കുളത്തുണ്ടാവാം, പശ ഉണ്ടായിരിക്കാം, കൂർത്ത അഗ്രഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് വിതരണം നടക്കാം. പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന എന്തെങ്കിലും സസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? അറിയാമല്ലേ, നമുക്കറിയാം. വെണ്ട എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സസ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, കാശിത്തുമ്പ, റബ്ബർ എന്നിവയൊക്കെ എന്താണ്, പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്ത് വിതരണം നടക്കുന്നത്. പൊട്ടിത്തെറിച്ചിട്ട്. അതുപോലെ തന്നെ എന്താണ്, റബ്ബർ, കാശിത്തുമ്പ, വെണ്ട എന്നിവയൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് വിതരണം നടക്കുന്നവയാണ്. അപ്പോൾ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലോ അല്ലേ. ഇതെപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ കാറ്റിലൂടെ പരാഗണം അല്ലെങ്കിൽ വിത്ത് വിതരണം നടക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ എഴുതും? അപ്പൂപ്പൻ താടി നമ്മൾ പറഞ്ഞു അല്ലേ, അപ്പൂപ്പൻ താടി കാറ്റിലൂടെയാണ്. അതുപോലെ തന്നെ എന്താണ്, മഹാഗണി എന്ന് പറയുന്നതും കാറ്റിലൂടെയാണ് കേട്ടോ. മഹാഗണി എന്ന് പറയുന്നതും. അതുപോലെ തന്നെ പൈൻ വൃക്ഷങ്ങൾ അല്ലേ, പൈൻ വൃക്ഷങ്ങൾ നടക്കുന്നതും കാറ്റിലൂടെയാണ്. അപ്പോൾ അപ്പൂപ്പൻ താടി, അതുപോലെ തന്നെ മഹാഗണി, പൈന്. നെക്സ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? പൊട്ടിത്തെറിച്ച്. വെണ്ട നൽകിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ വെണ്ട എന്ന് പറയുന്നത് എന്താണ്, പൊട്ടിത്തെറിച്ചുണ്ടാകുന്നതാണ്. പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്നവയാണ് എന്ന് പറയുന്നത്. വെണ്ട എന്ന് പറയുന്നത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്നതാണ് വെണ്ട. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, കാശിത്തുമ്പ അല്ലേ, കാശിത്തുമ്പ എന്ന് പറയുന്ന സസ്യം. അതുപോലെ തന്നെ എന്താണ്, റബ്ബർ അല്ലേ, റബ്ബർ എന്ന് പറയുന്നതും എന്താണ്, പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് വിതരണം നടക്കുന്നവയാണ്. ഇനി ജലം വഴി വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? തെങ്ങ് അല്ലേ, തെങ്ങ് എന്ന് പറയുന്നത് ജലം വഴിയാണ്. അതുപോലെ തന്നെ കണ്ടൽ എന്ന് പറയുന്നത് ജലം വഴിയാണ്, കണ്ടൽ. അതുപോലെ തന്നെ താമര എന്ന് പറയുന്നതും ജലം വഴി വിത്ത് വിതരണം നടക്കുന്നവയാണ്. തെങ്ങ്, കണ്ടൽ, താമര. നെക്സ്റ്റ് പേര എന്ന് പറയുന്നത് എങ്ങനെയാണ്? പേര എന്ന് പറയുന്നത് ജന്തുക്കൾ വഴിയാണ് അല്ലേ, ജന്തുക്കൾ വഴിയാണ്. പേര എന്ന് പറയുന്നത് ജന്തുക്കൾ വഴിയാണ്. പേര. അതുപോലെ തന്നെ മാമ്പഴം, നമുക്കറിയാലേ പല ഫലങ്ങളും ജന്തു വഴിയാണ്. മാമ്പഴം. അതുപോലെ തന്നെ അസ്ത്രപ്പുല്ല് എന്ന് പറയുന്നത് ഇതാണ്, മുയിൽ വഴിയൊക്കെയാണ് അല്ലേ. അപ്പോൾ അസ്ത്രപ്പുല്ല് എന്ന് പറയുന്നതൊക്കെ എന്താണ്, ജന്തു വഴി വിത്ത് വിതരണം നടക്കുന്നവയാണ്. വിത്തുകൾ ഭക്ഷണത്തിനല്ലാതെ മറ്റെന്തിനെല്ലാം ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം, നോക്കിയേ, കുറേ ആർട്സ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടൊക്കെ വിത്തുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം കരകൗശലങ്ങൾ തയ്യാറാക്കാനൊക്കെ വിത്തുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 2 പിക്ചർ നൽകിയിട്ടുണ്ട് ഇലകളിൽ അല്ലേ. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? പച്ചപ്പുള്ള ഭാഗങ്ങൾ ഇലകളിൽ നമുക്ക് നോക്കാൻ ഉണങ്ങിയ ഭാഗങ്ങളിലേ കാണപ്പെടുന്നത്. ഈ പച്ചപ്പുള്ള ഭാഗമൊക്കെ നഷ്ടപ്പെട്ട് ഈ കാണുന്ന ഭാഗങ്ങൾ എന്തായിരിക്കാം? ഇലകളിൽ എന്തായിരിക്കണം? സിരകളായിരിക്കും. ഇലകളിലെ സിരകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇലകളിലെ സിരകളുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഏത് വഴിയാണ്? ഈ സിരകൾ വഴിയാണ് ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ സിരകളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇലകളിലേക്ക് ജലം എത്തിക്കുകയും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും എന്താണ്? സിരകളാണ്. 2 ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്ന ഒരുപോലെയാണോ? അല്ല അല്ലേ. ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീളുന്ന പ്രധാന സിര നോക്കും. നോക്കിയേ, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നേരെ ഒരു ഇത് വരച്ചിട്ടുണ്ട് അല്ലെ, ഒരു സിര കാണപ്പെടുന്നുണ്ട് അല്ലേ. അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നു. ഇതിനെയാണ് ജാലികാസിര വിന്യാസം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇവിടെ നേരെ ഒരു സിര കാണപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നും കണക്ട് ചെയ്തിട്ട് കുറേ കാണപ്പെടുന്നുണ്ട് അല്ലേ, കുറേ സിരകൾ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ എന്താണ്, വലകൾ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിഞ്ഞ് കിടക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ജാലികാ വിന്യാസം എന്ന് പറയുന്നത്. ജാലികാ സിര വിന്യാസം എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്? ഈ ഇലകളിലൊന്നും സിരകൾ കൂട്ടിമുട്ടുന്നില്ല അല്ലെ. ഇലകൾ ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടാതെ നേരെയായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇലയുടെ നെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായിട്ട് അഗ്രഭാഗത്ത് വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതിനെയാണ് പറയുന്നത് സമാന്തര സ്ഥിരവിന്യാസം എന്ന് പറയുന്നത്. സമാന്തര സ്ഥിരവിന്യാസം എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? അഗ്രഭാഗത്തിലേക്ക് എവിടെയും പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ നെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായിട്ട് അഗ്രഭാഗത്തെത്തി യോജിക്കുന്നതിനെയാണ് സമാന്തര സ്ഥിര വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ജാലികാ സ്ഥിര വിന്യാസം എന്ന് വെച്ചാൽ വല പോലെ ഇങ്ങനെ കെട്ടിപ്പിടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനെയാണ് ജാലികാ സ്ഥിര വിന്യാസം എന്ന് പറയുന്നത്. ജാലികാ സ്ഥിര വിന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ ഇല കാണുന്നതിനെയാണ്. ഇനി നേരെ സമാന്തരമായിട്ട് ഇങ്ങനെ രേഖകൾ വരാണെന്നുണ്ടെങ്കിൽ എന്ന് പറയാം? സമാന്തര സ്ഥിര വിന്യാസം എന്ന് പറയാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, ജാലികാസ്ഥിര വിന്യാസം സമാന്തര സ്ഥിര വിന്യാസം നൽകിയിട്ടുണ്ട്. ജാലികാസ്ഥിര വിന്യാസത്തിന് എക്സാമ്പിൾ ഏത് ഇലകളൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഇലകളാണ് ജാലികാസ്ഥിര വിന്യാസത്തിന് എക്സാമ്പിൾ? പ്ലാവ് എന്ന് പറയുന്നത് ഒരു ജാലികാസ്ഥിര വിന്യാസമാണ്, പ്ലാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പയർ ചെടി എന്ന് പറയുന്നതും ജാലികാസ്ഥിര വിന്യാസമുള്ള ചെടിയാണ്. എന്ന് പറയുന്നത് പയർ എന്ന് പറയുന്നത് ജാലികാസ്ഥിര വിന്യാസമാണ്. ഇനി സമാന്തര സ്ഥിര വിന്യാസം ഏതൊക്കെയാണ്? മുളയുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ്? പുൽച്ചെടി, അതുപോലെ തന്നെ തെങ്ങ് എന്നിവയൊക്കെ എന്താണ്? സമാന്തര സ്ഥിര വിന്യാസമാണ്. അപ്പോൾ ഇലകളിലുള്ള സ്ഥിരാവിന്യാസവും അവയുടെ വേരിൻ്റെ ഘടനയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ 2 പിക്ചർ നൽകിയിട്ടുണ്ട്, പ്ലാവിൻ്റെയും അതുപോലെ തന്നെ പുല്ലിൻ്റെയാണ് അല്ലേ. പ്ലാവിൻ്റെ വേരിൻ്റെ പ്രത്യേകത എന്താണ്? പ്ലാവിലെ വേരിൻ്റെ പ്രത്യേകത എന്താണ് തോന്നുന്നത്? പ്ലാവിൻ്റെ വേരിൻ്റെ പ്രത്യേകത എന്തായിട്ടാണ് തോന്നുന്നത്? നോക്കിയൊക്കെ, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ടേക്ക് ഒരു തായ് വേര് വളരുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ശാഖാവേരുകൾ കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ശാഖാവേരുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിനെയാണെന്ന് പറയുന്നത് തായ് വേരുപടലം എന്ന് പറയുന്നത്. അതായത് പ്ലാവിലെ വേരുപടലത്തിൻ്റെ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയൊരു വേരില്ലേ, അതിനെയാണെന്ന് പറയുന്നത് തായ് വേര് എന്ന് പറയുന്നത്. ഈ വേരിൽ നിന്നാണ് മറ്റു ചെറിയ വേരുകൾ വളർന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വേര് നേരെ താഴോട്ട് വളരുന്നുണ്ട്, അതിനെയാണ് തായ് വേര് എന്ന് പറയുന്നത്. അങ്ങനെ മറ്റു വേരുകൾ കൂടി ഇതുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. ഇനി പുൽച്ചെടിയുടെ ആണെങ്കിലോ എങ്ങനെയാണ്? അതുപോലെ തന്നെ അല്ല ഇങ്ങനെ കുറേ വേരുകൾ ഒരുമിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് നമ്മൾ നാരുവേര് പടലം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലത്തെയാണ് തായ് വേര് പടലം അല്ലെങ്കിൽ ടേപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരുണ്ടായിരിക്കും, അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലത്തെയാണ് തായ് വേരുപടലം എന്ന് പറയുന്നത്. മാവ്, പ്ലാവ് എന്നിവക്ക് ഇതിന് എക്സാമ്പിളാണ്. തായ് വേരുപടലത്തിന് എക്സാമ്പിളാണ് മാവ്, പ്ലാവ് എന്നിവയൊക്കെ. ഇനി കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലത്തെയാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന് വരുന്ന വേരുപടലത്തെയാണ് നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പുല്ല് വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്കൊക്കെ നാരുവേര് പടലമാണ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, നോക്കാം. സ്ഥിരാവിന്യാസവും വേരുപടലവുമായിട്ട് ബന്ധമുണ്ടോ, അതെങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പയറിനെയാണെന്നുണ്ടെങ്കിൽ സ്ഥിരാവിന്യാസം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. പയറിനെയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞു? ജാലികാ സ്ഥിര വിന്യാസമാണെന്ന് പറഞ്ഞു അല്ലേ. ജാലികയാണ് പയറിൻ്റെ ജാലികാ സ്ഥിര വിന്യാസമാണ്. അതേത് പടലമാണ്? തായ് വേരാണ് അല്ലേ. തായ് വേരാണ് പയർ എന്ന് പറയുന്നത്. തായ് വേര് പടലത്തിന് എക്സാമ്പിളാണ് പയർ എന്ന് പറയുന്നത്. ഇനി പുൽച്ചെടിയുടെ ഏതെന്നാണ്? സമാന്തര സ്ഥിര വിന്യാസമാണ്. വേരുപടലം ഏതാണെന്ന് നേരത്തെ പറഞ്ഞു? നാരുവേര് പടലമാണെന്ന് പറഞ്ഞു. ഇനി പ്ലാവിൻ്റെ എന്താണെന്ന് പറഞ്ഞു? പ്ലാവിൻ്റെ ജാലികാ സ്ഥിര വിന്യാസമാണെന്ന് പറഞ്ഞു, ജാലികയാണെന്ന് പറഞ്ഞു. വേരുപടലം ഏതാണ്? തായ് വേരല്ലേ നമ്മൾ പറഞ്ഞത്, പ്ലാവിൻ്റെ തായ് വേരാണെന്ന് പറഞ്ഞു. ഇനി തെങ്ങിൻ്റെ സമാന്തര സ്ഥിര വിന്യാസമാണ്. വേരുപടലം എന്ന് പറയുന്നത് നാരുവേര് പടലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ട് ഉണ്ടോ നോക്കിയേ. ജാലികാ സ്ഥിര വിന്യാസമുള്ളവർക്ക് തായ് വേരാണ് ഉള്ളത്. നോക്കിയേ, പയറാണെന്നുണ്ടെങ്കിലും പ്ലാവാണെന്നുണ്ടെങ്കിലും ജാലികാ സ്ഥിര വിന്യാസമാണ്. അതുപോലെ തന്നെ വേരുപടലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? തായ് വേര് പടലമാണ്. അതായത് ജാലികാ സ്ഥിര വിന്യാസമുള്ളവയ്ക്ക് എന്താണ്? തായ് വേര് പടലമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ സമാന്തര സ്ഥിര വിന്യാസമുള്ളവർക്ക് നാരുവേര് പടലമാണ്. പുൽച്ചെടിയും തെങ്ങിനൊക്കെ സമാന്തര സ്ഥിര വിന്യാസമാണ്. വേരെന്ന് പറയുന്നത് എന്താണ്? നാരുവേര് പടലമാണ്. അപ്പോൾ ജാലികാ സ്ഥിര വിന്യാസവും തായ് വേരും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സമാന്തര സ്ഥിര വിന്യാസവും അതുപോലെ തന്നെ നാരുവേരും തമ്മിൽ കണക്റ്റഡ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെയാണ് താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം നമുക്കറിയാം ബീജമൂലത്തിൽ നിന്നാണ് വേരുണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയല്ലാതെ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും വേരുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ താങ്ങുവേരെന്നും പൊയ്ക്കാൽ വേരെന്നും പറ്റുവേരെന്നും പറയും. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളെയാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ന്യൂമാറ്റോഫോർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടൽ ചെടിയിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേക വേരുകളെയാണ് ശ്വസന
വേരുകൾ എന്ന് പറയുന്നത്. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ടാണ് ഇവ ശ്വസന വേര് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ, ഇതെന്തിനാണ് സഹായിക്കുന്നത്? ഈ ശ്വസന വേര് എന്തിനാണ് സഹായിക്കുന്നത്? വാതക വിനിമയത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശ്വസന വേരിൻ്റെ ധർമ്മം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വാതക വിനിമയമാണ് അല്ലേ? വാതക വിനിമയത്തിന് സഹായിക്കുന്നത് എന്താണ്? ശ്വസന വേരാണ്. അതുപോലെ തന്നെ കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന പ്രത്യേക വേരുകളാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കിയേ, താങ്ങുവേരുകളും അതുപോലെ തന്നെ പൊയ്ക്കാൽ വേരൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ? ഈ ചിത്രത്തിൽ താങ്ങുവേരുള്ളതും അതുപോലെ തന്നെ പൊയ്ക്കാൽ വേരുള്ളതും പറ്റുവേരുള്ളതും ശ്വസന വേരുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലോ. ഇനി ഏകബീജപത്ര സസ്യങ്ങളും ബീജപത്ര സസ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പത്രസസ്യങ്ങളെ കുറിച്ചുള്ളതാണ് നോക്കുന്നത്. ഏകബീജപത്രം അല്ലെങ്കിൽ ദ്വിബീജപത്രം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാവും. വേര് നൽകിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ വേരെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റത്തെ കൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? നാരുവേര് പടലത്തിൻ്റെയാണ്. നാരുവേര് പടലാണ് അല്ലേ? നാരുവേര് പടലത്തെയാണ് ഫസ്റ്റത്തെ ടേബിൾ നൽകിയിട്ടുള്ളത്, ഒരു കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഫസ്റ്റത്തെ എന്താണ്? നാരുവേര് പടലമാണ്. നാരുവേര് പടലമാണ്. രണ്ടാമത്തേലാണെന്നുണ്ടെങ്കിലോ, രണ്ടാമത്തെ നൽകിയിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തേൽ നൽകിയിട്ടുള്ളത് എന്താണ്? തായ്വേരാണ് അല്ലേ? തായ്വേരാണ് നൽകിയിട്ടുള്ളത്. ഇനി തണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ആദ്യത്തേൽ നൽകിയിട്ടുള്ളത് തെങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് അല്ലേ? അപ്പോൾ തെങ്ങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തണ്ട് എന്ന് പറയുന്നത് ഏതാണ്? തണ്ട് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ശിഖരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തേലാണെന്നുണ്ടെങ്കിലോ, ഈ മാവ് പ്ലാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശിഖരങ്ങൾ ഉണ്ടായിരിക്കും. ഇലയിലാണെങ്കിലോ, ഇലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തെങ്ങിനൊക്കെ സമാന്തര സ്ഥിര, തെങ്ങിനും പുലിനൊക്കെ സമാന്തര സ്ഥിര വിന്യാസമാണെന്ന് പറഞ്ഞു. നമുക്ക് ഈ ചക്കയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സമാന്തര സ്ഥിര വിന്യാസമാണോ? അല്ലേ? ജാലികാസ്ഥിര വിന്യാസമാണ്. ഇനി ബീജപത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെ നോക്കി ആകെ കൂടി ഒരു പത്രമുള്ളൂ അല്ലേ? പക്ഷെ നമുക്കറിയാം ചക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ വിത്തുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം. ഒരു ബീജപത്രമുള്ളതിനെ ഏകബീജപത്ര സസ്യങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മോണോകോട്ട് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങൾ എന്ന് വിളിക്കും, ദ്വിബീജപത്രം എന്ന് വിളിക്കൂ അല്ലേ? അപ്പോൾ ഒരു ബീജപത്രം മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. ദ്വിബീജപത്ര സസ്യങ്ങൾ എന്താണ്? നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സ്ഥിര വിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സ്ഥിര വിന്യാസമുള്ള ഇലകൾ. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സ്ഥിര വിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ്. തായ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാസ്ഥിര വിന്യാസമുള്ള ഇലകൾ എന്നിവയൊക്കെ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഏകബീജപത്രത്തിന് എന്താണ്? നാരുവേര് പടലം, ശിഖരങ്ങളില്ലാതെ തണ്ട്, സമാന്തര സ്ഥിര വിന്യാസമുള്ള ഇലകൾ അല്ലേ? ഇനി ദ്വിബീജപത്ര സസ്യങ്ങളാണെന്നുണ്ടെങ്കിലോ, തായ്വേര് പടലം, ശിഖരങ്ങളോട് കൂടി തണ്ട്, ജാലിക സ്ഥിര വിന്യാസം. വേരും ഇലയും തമ്മിൽ ഇത്തരത്തിൽ ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അതിന് എക്സാമ്പിളാണ് ചേമ്പ്, ചേന എന്നിവയൊക്കെ എന്താണ്? വേരും ഇലയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു പത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ ഏകപത്രമാണ്, രണ്ട് പത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ ദ്വിബീജപത്ര സസ്യങ്ങളാണ്. അപ്പോൾ ചേമ്പ്, ചേന, മണിപ്ലാന്റ് എന്നിവയൊക്കെ വേരും ഇലയും തമ്മിൽ ബന്ധമില്ലാത്ത സസ്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കുറ്റിയേറ്റ് പൂവാതെ. പല പ്രദേശങ്ങളിലും മുമ്പ് ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞു വന്നിട്ടുള്ളതുമായ സസ്യങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. മുള്ളിലം, തുമ്പ എന്നിവയൊക്കെ എന്താണ്? ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തൊട്ടാവാടി എന്നിവയൊക്കെ നമ്മുടെ നാട്ടിലെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങളാണ്. ജീവികളുടെ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതിനെയാണ് വംശനാശം എന്ന് പറയുന്നത്. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിനൊരു കാരണം. സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പോൾ വംശനാശം കാരണം പല ജീവികളാണെന്നുണ്ടെങ്കിലും സസ്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിത്തുകൾ മുളച്ചു വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ബീജപത്രത്തിൻ്റെ വലിപ്പത്തിന് വരുന്ന മാറ്റം എന്താണ് കാരണമെന്ന് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം വിത്ത് മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം, പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നതിന് ബീജപത്രമാണ്. അങ്ങനെ വെള്ളം അതുപോലെ തന്നെ പോഷകങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നത് ബീജപത്രമാണ്. അത് കാരണമാണ് ഈ ബീജപത്രം ചെയ്യുന്നത് വീർക്കുന്നത്, വലിപ്പം കൂടുന്നത്. ചെടി വളരാണെന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങും, എന്നിട്ട് അത് വാടിപ്പോകും കേട്ടോ. പിന്നെ ഇല്ലയാണല്ലോ കൂടുതലായിട്ട് ആഹാരം സംഭരിച്ച് വയ്ക്കുന്നത്. ഓക്കെ,
നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന വിവിധ സസ്യങ്ങളെ തൈകളുണ്ടാക്കുന്ന രീതി അനുസരിച്ച് വിത്തിൽ നിന്ന്, തണ്ടിൽ നിന്ന്, വേരിൽ നിന്നൊക്കെ തരംതിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലേ വിത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളത്. ഇനി വിത്ത് വിതരണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഏതാണ് നമുക്കറിയാം, ജന്തുക്കൾ വഴിയാണെന്നുണ്ടെങ്കിൽ മാംസളമായ ഭാഗം, മറ്റ് വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ, കൊളുത്തുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ജന്തുക്കൾ വഴി അങ്ങനെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തിൻ്റെ ഭാരം കുറവ്, പറക്കാൻ രോഗം പോലെയുള്ള ഭാഗങ്ങളാണ് അല്ലേ അപ്പൂപ്പൻ താടി പോലെയുള്ള അപ്പൂപ്പൻ താടി മഹാഗണിക്കൊക്കെ ഉള്ളത്. അതിൻ്റെ രീതി എന്ന് പറയുന്നത് എന്താണ്? കാറ്റിലൂടെയാണ് ഇങ്ങനെ നടക്കുന്നത്. ജലം വഴി ഏതൊക്കെയാണ്? ജലം വഴി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറയാം അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ തേങ്ങയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ചീഞ്ഞളിഞ്ഞ് പോകില്ല, കുറച്ച് നാളത് പൊങ്ങി നിൽക്കും. അപ്പോൾ ആ തേങ്ങ എന്ന് പറയുന്നത് ജലം വഴി നടക്കുന്നതാണ്, വിത്ത് വിതരണം നടക്കുന്നതാണ്. പഴങ്ങൾ പാകമാകുമ്പോൾ പുറന്തോട് പൊട്ടി വിത്ത് പുറത്തേക്ക് തെറിക്കുന്നത് എങ്ങനെയാണ്? പൊട്ടി തെറിച്ചിട്ടാണ് അല്ലേ. വെണ്ട, കാശിത്തുമ്പ, റബ്ബറൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഇതുപോലെ SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.